എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തെ തൊടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പരസ്പരം ഭാരങ്ങൾ ചുമക്കുക എന്നതിനെക്കുറിച്ച്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ശരി, അപ്പൊ നമുക്കിതിലേക്ക് കടക്കാം. ഈയൊരു വാക്യമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെയെല്ലാം ആണിക്കല്ല്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇതൊരു വെറും ഉപദേശമായി കാണരുത്, മറിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ തന്നെ ഒരു അടിത്തറയാണ്. അപ്പോ ഈയൊരു വാക്യത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ പറയുന്ന ഭാരങ്ങൾ അത് എന്തൊക്കെയാണ്? ഈ പഴയ നിയമത്തിലെ ഒരു വാക്യം എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു സത്യമല്ലേ? ഈ ലോകത്ത് ഒരു ഭാരവുമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ചിലർക്കത് ചെറുതായിരിക്കാം, മറ്റു ചിലർക്ക് വളരെ വലുതായിരിക്കാം. പക്ഷെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചുമക്കുന്നുണ്ട്, അല്ലേ? ഇതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഈ ഭാരങ്ങളെ നമുക്ക് ഒരു രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരാളുടെ അസുഖം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അതിനേക്കാൾ എത്രയോ വലുതാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ഭാരങ്ങൾ. നമ്മുടെ ഉള്ളിലുള്ള വിഷാദം, പേടി, ചിലപ്പോൾ ചെയ്ത കാര്യങ്ങളോർത്തുള്ള കുറ്റബോധം, ഇതൊക്കെയാണ് നമ്മളെ ശരിക്കും തളർത്തിക്കളയുന്നത്. തീർച്ചയായും നമ്മുടെ ഭാരങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാൻ ബൈബിൾ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതൊരു വലിയ ശക്തിയാണ്, സംശയമില്ല. പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഭാരം ദൈവത്തിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ലാത്. അതോടൊപ്പം തന്നെ പരസ്പരം താങ്ങും തണലുമാകാൻ, മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കാൻ കൂടെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആ കൂട്ടായ്മയുടെ ശക്തി. അപ്പോ എന്താണ് ഈ തമ്മിലെന്ന് പറയുന്നതിന്റെ അർത്ഥം? ആ ഒരു സമൂഹം എങ്ങനെയായിരിക്കണം? നമുക്കതൊന്ന് നോക്കാം. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സഭ എന്ന് പറയുമ്പോൾ പലരും ഓർക്കുന്നത് ഒരു കെട്ടിടമാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച പ്രസംഗം കേൾക്കാനിരിക്കുന്ന കുറേ ആൾക്കാരെ. പക്ഷെ അതല്ലല്ലോ സത്യം. അതൊരു കുടുംബം പോലെയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന, പരസ്പരം അറിയുന്ന, കരുതുന്ന കുറേ ആളുകൾ. അവിടെ ജീവനുണ്ട്, ബന്ധങ്ങളുണ്ട്. ഈ ഒരു വാക്യം നോക്കൂ. ഇതാണ് അതിന്റെ കാതൽ. മറ്റൊരാളുടെ സന്തോഷം നമ്മുടേതാവണം. അവരുടെ വേദനയിൽ നമ്മളും പങ്കുചേരണം. ആഴത്തിലുള്ള ആ ഒരു സഹാനുഭൂതി, അതാണ് ഒരു യഥാർത്ഥ സമൂഹത്തിന്റെ അടയാളം. ഓക്കെ, അപ്പൊ നമ്മൾ തത്വങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് എങ്ങനെ പ്രായോഗികമാക്കാം? എങ്ങനെയാണ് നമുക്കൊരാളുടെ ഭാരം ശരിക്കും ചുമക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങളാണിത്. ഒന്നാമത്തേത് കേൾക്കുക. നമ്മൾ പെട്ടെന്ന് കയറി ഉപദേശം കൊടുക്കുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് മുഴുവൻ ക്ഷമയോടെ കേൾക്കുക. 2, പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു ശക്തിയാണ്. 3, സഹായിക്കുക. അത് ചിലപ്പം പണം കൊണ്ടാവാം, അല്ലെങ്കിൽ ചെറിയൊരു സഹായം, അതല്ലെങ്കിൽ വെറുതെ കൂടെ നിൽക്കുന്നതാവാം. 4ാമത്തെ കാര്യം, ഇതാണ് പലപ്പോഴും ഏറ്റവും പ്രധാനം, കൂടെയിരിക്കുക. ഒന്നും മിണ്ടാതെ വെറുതെ കൂടെയിരിക്കുന്നത് പോലും എത്ര വലിയ ആശ്വാസമാണെന്നോ. ഇതിന് ബൈബിളിൽ തന്നെ കിടക്കുന്ന ഒരു കിടിലൻ ഉദാഹരണമുണ്ട്. ഇയ്യോബിന്റെ കഥ. അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെട്ടപ്പോ കൂട്ടുകാര് വന്നിട്ട് 7 ദിവസം ഒന്നും മിണ്ടാതെ കൂടെയിരുന്നു. അവർ പിന്നീട് സംസാരിച്ച കാര്യങ്ങൾ വഷളാക്കിയെങ്കിലും ആ തുടക്കത്തിലെ നിശ്ശബ്ദമായ സാന്നിധ്യം, അതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ. അതിൽ വലിയൊരു പാഠമുണ്ട്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലെ ആഴത്തിലുള്ള കാരണം, ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമെന്താണ്? ഗലാത്യർ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഭാരങ്ങൾ ചുമക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നമ്മൾ നിറവേറ്റുന്നു എന്ന്. അപ്പോ എന്താണിത്? എന്താണ് ഈ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണമെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ന്യായപ്രമാണമാണ്. ഒരുപാട് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയുമല്ല, മറിച്ച് സ്നേഹത്തിൽ ജീവിക്കുക എന്ന ഒരൊറ്റ നിയമം. യേശു തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. കണ്ടോ, നമ്മുടെ അടയാളം എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹമാണ്. മറ്റൊരാളുടെ ഭാരം ചുമക്കുന്നത് ആ സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ്. നമുക്കെല്ലാവർക്കും ഇതിനൊരു മാതൃകയുണ്ട്, ഏറ്റവും വലിയ മാതൃക. അത് യേശുക്രിസ്തു തന്നെയാണ്. നമ്മുടെയെല്ലാം ഏറ്റവും വലിയ ഭാരമായ പാപത്തെ അവിടുന്ന് കുരിശിൽ സ്വയം ചുമന്നില്ലേ? ആ ത്യാഗമാണ്, ആ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മാതൃകയാക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഒരുമിച്ച് ഭാരങ്ങൾ ചുമക്കുമ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന്.
വേദനകൾക്ക് ആശ്വാസം കിട്ടും, നമ്മുടെയൊക്കെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും, ഒരു സമൂഹം വെറും ആൾക്കൂട്ടമല്ലാതായി ഒരു യഥാർത്ഥ കുടുംബമായി മാറും. ഇതിനെല്ലാം ഉപരി നമ്മൾ ഈ ലോകത്തിനു മുന്നിൽ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ വാക്യത്തിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ആഹ്വാനമാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനകളും ഭാരങ്ങളും കാണാൻ നമുക്ക് കണ്ണുകളുണ്ടാവട്ടെ, അത് താങ്ങിക്കൊടുക്കാൻ മനസ്സുണ്ടാവട്ടെ. അങ്ങനെ സ്നേഹത്തിന്റെ നിയമം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പൂർത്തിയാക്കാം.